ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കേക്ക് മേടിച്ചിരിക്കുകയാണ്, ഒരു വമ്പൻ കേക്ക്, വമ്പൻ അടിപൊളി കേക്ക്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ക്രിസ്മസിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കേക്ക് മേടിച്ചത്. ന്യൂ ഇയറിനും കൂടെ ഉപയോഗിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേക്ക്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ കോംബോ ഒരു കേക്കാണ്, ദ വെൽവെറ്റ് കേക്ക്സ്. ഓക്കെ, നമ്മൾ മേടിച്ചിരിക്കുകയാണ്. തുറന്ന് നോക്കാം എന്താ ഐറ്റം എന്നുള്ളതാണ്. നോക്കട്ടെ കേട്ടോ ഭാഗത്ത്. ആഹാ, അടിപൊളി, ഒരു ഒന്നൊന്നര മുതലാണ് ഈ കാണുന്നത് നിങ്ങൾ. അത് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ബട്ടർ സ്കോച്ചിന് മുക്കിയെടുത്ത ഒരാറ്റം ഐറ്റം. ഇത് പതുക്കെ ഒന്ന് എൻ്റെ അമ്മ ഇതൊന്ന് വിടിയിച്ചെടുക്കട്ടെ. അതിൻ്റെ ചുറ്റും ഒരു പാക്കിംഗ് ഉണ്ട്. ആ പാക്കിംഗ് ഇങ്ങനെ പൊളിച്ചാൽ മതി. ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രസം നോക്കി. പൊളിക്കുമ്പോൾ അതിനകത്ത് പറ്റിയിരിക്കുന്ന ക്രീം കണ്ടില്ലേ നിങ്ങൾ? നല്ല ചൊകാന്നുള്ള നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. ശരിക്കും ചോക്ലേറ്റ് സിറപ്പാണ് അതിൻ്റെ ചുറ്റും ഒഴിച്ച. മേളിൽ വെച്ചിരിക്കുന്ന സാധനം ചോക്ലേറ്റ് സിറപ്പ് തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ കമ്പും കോലും, പിന്നെ ആ ചോക്ലേറ്റിൻ്റെ സ്റ്റിക്ക് തന്നെയുണ്ട്. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു ആനച്ചന്തം. കാശ് കൊടുത്ത് മേടിച്ചില്ല, വെറുതെ കളയണ്ട. അതും കൂടെ നമുക്ക് മുതലാക്കാം. അപ്പോൾ അച്ഛനോട് സൈഡിൽ അതെല്ലാം സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ നമ്മൾ പുൽക്കൂടിൽ വെച്ചിരുന്ന ഒരു മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതേതായാലും തൽക്കാലം ഇപ്പോൾ അതെടുത്തിട്ട് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ കോംബോ കേക്കാണ്. ക്രിസ്മസിനും പിന്നെ അതുപോലെ നമ്മുടെ ഈ വരുന്ന ന്യൂ ഇയറിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു കേക്ക്. ഓക്കെ, ഒരു രസത്തിന് വേണമെങ്കിൽ ഒന്ന് കുത്തി വെച്ച് തരാം. അതിൻ്റെ കേക്കിൻ്റെ നടുക്കായിട്ടൊന്ന് കുത്തിക്കുക. അതേ അമ്മ അത് കറക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് നമ്മളിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. കേക്കിന് നടുക്ക് ആ ബട്ടർ സ്കോച്ചും ചോക്ലേറ്റ് സിറപ്പൊക്കെ തുളഞ്ഞ് നമ്മുടെ കേക്കിന് നല്ല അടിപൊളിയായിട്ട് ഇത് പ്ലേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ കേക്ക് മൊത്തത്തിൽ. എൻ്റെ വായിലിപ്പോൾ തന്നെ വെള്ളം ഊറണം. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആശാനെ പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാനായിട്ട്. മേടിച്ചിട്ട് അധികം നേരം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാത്തതുകൊണ്ടേ നമ്മൾ മേടിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചുള്ളൂ. അപ്പോൾ ആ കൂളിംഗ് കുറവാണ്, അതുകൊണ്ട് അത്രയും പ്രോപ്പറായിട്ടൊന്ന് ഫ്രീസായി വരുവാണെങ്കിൽ നല്ല കട്ടിക്കിരുന്നേനെ. ഇപ്പോൾ ആ സൈഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം ഏകദേശം ഇങ്ങനെ ചോക്ലേറ്റ് ഊർന്നിറങ്ങുന്നുണ്ട് ആ ഒരു സിറപ്പ് തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്, നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി. ടേസ്റ്റ് സെറ്റപ്പ് ആയിരിക്കും. ഇത് കണ്ടിട്ട് തന്നെ നല്ല സെറ്റായിട്ടാണ് സാധനം ഇരിക്കുന്നത്. നമ്മൾ കവറൊക്കെ മാറ്റി ഇനി നമ്മൾ മുറിക്കാൻ പോവാണ്. നമ്മൾ കത്തി വെച്ചിട്ട് അതൊക്കെ അമ്മ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേക്ക് മുറിക്കുന്ന രംഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അത് ശരിക്കും അത് ഒന്ന് ഫ്രീസ് ആവാനുണ്ടായിരുന്നേ. നമ്മൾ അധികം നേരം ഇതിനകത്ത് ഇരുന്നില്ല, വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം നേരം കൂളിംഗ് ആയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും മേടിച്ച പെട്ടെന്ന് കട്ട് ചെയ്തേക്കാന്ന് വെച്ചു. ഒന്നൊന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ടത് ഒഴുകുന്നുണ്ട് മേളത്തെ സിറപ്പേ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, മേരി ക്രിസ്മസ് എടുത്ത് മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുവാണ് ഓരോന്നായിട്ട്. നമ്മുടെ പഴയ സ്റ്റൈല് തന്നെ. ഇതിനു മുമ്പ് നമ്മളൊരു പ്ലം കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിന്. അത് പറഞ്ഞാൽ സർക്കിളായിട്ട് ഓരോ ട്രയാങ്കിൾ പീസസായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അച്ഛനോട് നിന്ന് പതുക്കെ ഓരോന്നിനി കോരി ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റുന്ന രംഗങ്ങൾ കാണുന്നു. അങ്ങനെ അല്ലേ, സെറ്റാട്ടോ സാധനം. ആയിട്ടാണത്, സെറ്റ് സാധനം കേട്ടോ ആ കേക്ക്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഒന്നും കഴിക്കണ്ട, വയറ് നിറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. വേറെ ഒരു സാധനം പിന്നെ കഴിക്കേണ്ടതായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിപ്പോൾ തന്നെ ഉണ്ടാവും ഒരു 10-15 പീസ്, അല്ല 10 പീസോ 10-12 പീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത്. ഒരാഴ്ചത്തേക്കുള്ള സംഭവമായി ഇപ്പോൾ വീട്ടിൽ. വെറുതെ ഇരിക്കുമ്പോഴോ വൈകുന്നേരം ചായ കുടിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ രാത്രി ചോറിനിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് വെച്ചാൽ ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മതി, സൂപ്പറായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേണം അവസാനം വരുന്ന പീസ് എടുത്ത് എനിക്ക് കഴിക്കാനായിട്ട്. സെറ്റാട്ടോ ക്രീമും അതിൻ്റെ കാര്യങ്ങളൊക്കെ, പൂക്കളുടെയൊക്കെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാനുണ്ടായിരുന്നു. കാരണം ആ മേളിലിരിക്കുന്ന ആ ഒഴുകിയിരിക്കുന്നുണ്ടല്ലോ ചോക്ലേറ്റ്, ഒന്ന് കട്ട പിടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുണ്ട് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
ക്യാഷ്യൂനട്ടും ഡേറ്റ്സൊക്കെ എല്ലാം കൂടി കൂടിയിട്ടാണ് സെറ്റായിട്ട് വന്നേക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അവശേഷിക്കുന്ന 3-4 കഷ്ണങ്ങളുണ്ട്. അതിനകത്ത് 3 ഞാനും അമ്മയും അച്ഛനും അതിപ്പോൾ തന്നെ കഴിക്കും. അങ്ങനെ അതേ നമ്മുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പെട്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിനകത്തേക്ക് വയ്ക്കാം, കുറച്ചും കൂടെ നല്ല അടിപൊളി കൂളിംഗ് കിട്ടാനായിട്ട്. താഴെ നിന്നിട്ട് കുറച്ച് കൂളിംഗ് കുറവാണ്, നമ്മുടെ ഇച്ചിരി പഴയ ഫ്രിഡ്ജാണ്, അപ്പോൾ അതിനകത്ത് കുറച്ച് കൂളിംഗ് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ പിന്നെ കൂളിംഗ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഭയങ്കര ഐസിൻ്റെ ആറുകളായിരിക്കും, പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് ഇരട്ടിപ്പണിയാണ്. തൽക്കാലം ഇപ്പം ഇതൊന്ന് കൂളാക്കാനായിട്ട് കൂളിങ് 1.5 വല്ലതും ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വയ്ക്കാം. ഇനി കട്ടിങ് എല്ലാം കഴിഞ്ഞു, ഇനി ഈറ്റിംഗ് ആണ് എൻ്റെ പരിപാടി. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് അച്ഛനും അമ്മയ്ക്കും എനിക്കുള്ള പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോന്നൊന്ന് എടുത്ത് നോക്കാം. ഒരു വലിയ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു ക്ലോസ് ലുക്ക് കാണിച്ചു തരാം.